പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കുട്ടികളുടെ കയ്യിൽ തുടക്കത്തിൽ തന്നെ പാഠപുസ്തകം എത്തിയില്ലെങ്കിൽ പുതിയ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകും. എന്തായാലും പുതിയ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ അച്ചടി പൂർത്തിയാക്കിയതായാണ് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി അറിയിക്കുന്നത്. ഈ മാസം 25-ന് മുൻപ് സ്കൂൾ സൊസൈറ്റികളിൽ പാഠപുസ്തകങ്ങൾ എത്തിക്കുമെന്നും KBPS MD സുനിൽ ചാക്കോ അറിയിച്ചു. എന്നാൽ ഇത് തെറ്റായ അവകാശവാദമാണെന്ന് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ KBPS സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ ആരോപിക്കുന്നു. അധ്യയന വർഷത്തിൽ ആദ്യ വോള്യമായി വിതരണം ചെയ്യേണ്ടത് 3,57,00,000 പുസ്തകങ്ങളാണ്. ഇവയിൽ 2,86,00,000 അച്ചടി പൂർത്തിയാക്കി. ബാക്കിയുള്ളവ പ്രവൃത്തി പരിചയ പുസ്തകങ്ങൾ. ജൂൺ മാസത്തോടെ ഇവയും സ്കൂളുകളിൽ എത്തിക്കാനാകുമെന്നാണ് KBPS അറിയിച്ചത്. ഈ മാസം 25-ന് മുൻപായി എല്ലാ പാഠപുസ്തകങ്ങളും സ്കൂൾ സൊസൈറ്റികളിൽ വിതരണത്തിനായി എത്തിക്കുമെന്നും KBPS MD സുനിൽ ചാക്കോ അറിയിച്ചു. എന്നാൽ KBPS MDയുടെ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ KBPS സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ. അച്ചടി ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ലെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദമാണെന്നും യൂണിയൻ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി മീഡിയ വണ്ണോട് പറഞ്ഞു. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാത്രമേ സ്കൂളിൽ എത്തിച്ചിട്ടുള്ളൂ. ബാക്കി 1 മുതൽ 9 വരെയുള്ള പുസ്തകങ്ങൾ അച്ചടി ചുകൊണ്ടിരിക്കുകയാണ്. 6, 7, 8 ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഇനി ഒരുപാട് അടിക്കാനുണ്ട്. അത് എത്രയോ ഫാസ്റ്റിൽ അടിച്ചാലാണ് നമ്മൾ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തീരുക. അത് കഴിഞ്ഞ് അത് ബൈൻഡ് ചെയ്യണമെങ്കിൽ പിന്നെ സമയം വേണം. പാഠപുസ്തകങ്ങളുടെ അച്ചടി നടത്തിയത് മുൻ സർക്കാരിന്റെ കാലത്താണ്. അധ്യയന വർഷത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതാകട്ടെ പുതിയ സർക്കാരും. ഇതോടെയാണ് അച്ചടി സംബന്ധിച്ച തർക്കങ്ങളും ആരോപണങ്ങളും സജീവമാകുന്നത്. മീഡിയ 1 കൊച്ചി.